എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പ്രകാരം സ്കൂൾ ഓർ കോമ്പിനേഷൻ ട്രാൻസ്ഫർ ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ഇന്ന് അവസാനിക്കും. ഇന്ന് വൈകുന്നേരം 4 മണി വരെയാണ് ഈ ഒരു +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും സ്ഥിരപ്രവേശനം എടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയുന്നതിനായിട്ട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ജസ്റ്റ് കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം, അതുകൂടി കറക്റ്റായിട്ട് നൽകുക. അത് മനസ്സിലാകുന്നില്ലെങ്കിൽ ഇവിടെയുള്ള ആ ഒരു റിഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് അതായത് ഇവിടെ നിങ്ങൾക്ക് ഒരു നീല കളറിൽ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ചേഞ്ച് ചെയ്ത് വരുന്നത് കാണാം. അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാകുന്ന സമയത്ത് അവിടെ ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുന്ന സമയത്ത് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സ്കൂളിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ലിങ്കും കാണാൻ സാധിക്കുന്നതാണ്. അലോട്ട്മെൻറ്റ് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചുവപ്പ് കളർ യു ഹാവ് നോ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റുന്നതായിരിക്കും. അല്ലെങ്കിൽ യു ഹാവ് നോ സെലക്ഷൻ ഇൻ ദിസ് ടൈം എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ സാധിക്കുക. ഇതിലേതെങ്കിലും ഒന്ന് കാണും. അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ മുൻപ് അഡ്മിഷൻ എടുത്ത സ്കൂളിൽ നിന്നും കോഴ്സ് മാറ്റമാണ് ലഭിച്ചതെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന എക്സ്ട്രാ ഫീസ് വല്ലതും ഉണ്ടെങ്കിൽ അത് അടച്ചാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി മറ്റൊരു സ്കൂളിലേക്കാണ് കിട്ടിയത്, മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കൊക്കെയാണ് കിട്ടിയതെങ്കിൽ നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള സ്കൂളിൽ നിന്നും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സൊക്കെ തിരിച്ചു വാങ്ങി പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂൾ എവിടെയാണോ അല്ലെങ്കിൽ പുതുതായിട്ട് ലഭിച്ച ആ ഒരു സ്കൂൾ എവിടെയാണോ അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കുക. ഇന്ന് വൈകുന്നേരം 4 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള അവസരം. അഡ്മിഷൻ എടുക്കാതിരുന്നാൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യപ്പെടുന്നതാണ് എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. വിദ്യാർത്ഥികൾ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.